ഇന്നത്തെ പ്രധാന സന്ദേശം നമുക്ക് നൽകുവാൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന ഡോക്ടർ ഡ്യൂക്ക് ജയരാജ. ചെന്നൈയിൽ പാർത്തുകൊണ്ട് ദൈവം അയക്കുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഹൈഫൈ സമൂഹത്തിൻ്റെയൊക്കെ നടുവിൽ IT അതുപോലെയുള്ള വലിയ മേഖലകളിലൊക്കെ തൻ്റെ പ്രഭാഷണത്തിന് ആളുകൾ ഒത്തുകൂടാറുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ. എൻ്റെ ദീർഘകാല സുഹൃത്താണ്. He is a friend of mine for a long years, and God has given us the privilege to study together for our doctoral program in SABC, and I'm so excited, and it gives me such a joy to have him our main speaker for this session, Dr. Duke Jayaraj. With all respect, I welcome him to share God's word with us. ഒരു പ്രാവശ്യത്തോടെ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ അല്പം താമസിച്ചാ തുടങ്ങി, അതുകൊണ്ട് 1:20 ഈ മീറ്റിംഗ് അവസാനിക്കത്തുള്ളൂ. 1 മണിക്കൂർ സമയം അദ്ദേഹം നമ്മോട് സംസാരിക്കും, പ്രാർത്ഥന ഉൾപ്പെടെ. ഇപ്പോൾ ഞാൻ ഈ ദൈവഭൃത്യൻ സംസാരിക്കുമ്പോൾ ദയവായി ആരും അവിടെ ഇവിടെ ഇറങ്ങി നടക്കരുത്. വോളണ്ടിയേഴ്സൊക്കെ ഓരോ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുവാൻ ആരും അവിടെ നിൽക്കരുത്. കുറഞ്ഞ വോളണ്ടിയേഴ്സ് ഇതിൻ്റെ വലതുഭാഗത്തെ പുറത്തേക്ക് ചെല്ലണം. ഭക്ഷണ കാര്യങ്ങളുടെ ക്രമീകരണങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഏകാഗ്രമാക്കാം, കാതുകളെ നമുക്ക് ഏകാഗ്രമാക്കാം. നമ്മുടെ പാരമ്പര്യ പ്രകാരമുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ താടി മീശ അത്ര പറ്റുമോ എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ താൻ ശുശ്രൂഷ ചെയ്യുന്ന ആ സമൂഹത്തിൽ ഈ താടി മീശയുടെ ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് വയ്ക്കുന്നത്. ഇത് ഞാൻ പറയട്ടെ, നമ്മുടെ ആ പാരമ്പര്യത്തിന്റെ ബോക്സിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചിന്തിപ്പാൻ നമുക്കിടയാകണം. 100 കണക്കിന് യുവാക്കളെ ക്രിസ്തുവിന്റെ നിർമ്മല സുവിശേഷത്തിലേക്ക് ആകർഷിക്കുന്ന ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ ഡോക്ടർ ഡ്യൂക്ക് ജയരാജ്. പാസ്റ്റർ സാജൻ മാത്യു സന്ദേശം പരിഭാഷപ്പെടുത്തുന്ന. Thank you, dear Pastor V.T. Abraham, Reverend Dr. V.T. Abraham, for those warm words of welcome, acceptance and welcome, I should say. Shall we close our eyes and ask God to speak to us? നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവം നമ്മോട് സംസാരിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. God has got a message for you. നിങ്ങൾക്ക് നൽകുവാൻ ദൈവം ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. And if you sit with expectation, as you sit with hunger, God will speak to you. വലിയ പ്രതീക്ഷയോടെ, വലിയ വിശപ്പോടെ ആയിരിക്കുന്നവരോട് ദൈവം തീർച്ചയായും സംസാരിക്കും. God will speak to a person who says, Lord, I'm ignorant, teach me. കർത്താവേ, ഞാൻ അജ്ഞനാണ്, എന്നെ പഠിപ്പിക്കണമേ എന്നൊരു വ്യക്തി എപ്പോൾ പ്രാർത്ഥിക്കുന്നുവോ അവരെ തീർച്ചയായും ദൈവം പഠിപ്പിക്കും. But if you sit here thinking arrogantly, I know it all, then God cannot speak to you. എനിക്കെല്ലാം അറിയാം എന്ന ധാർഷ്ട്യത്തോടെ നാം ഇരുന്നാൽ ഒരിക്കലും ദൈവം നമ്മെ പഠിപ്പിക്കില്ല. Gracious Heavenly Father, we thank you for the Malabar District Council of the Assemblies of God Silver Jubilee Conference. കർത്താവേ, മലബാർ ഡിസ്ട്രിക്ട് കൗൺസിൽ സിൽവർ ജൂബിലി കോൺഫറൻസിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. On this wonderful day, the 4th of January 2024, having entered this year which you graciously added to our lives. കർത്താവേ, 2024 ജനുവരി മാസം 4-ാം തീയതി ഈ സുവർണ ദിവസത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. I thank you for the father figure in my life, Reverend Dr. V.T. Abraham. കർത്താവേ, എനിക്ക് പിതൃതുല്യനായി ഞാൻ ബഹുമാനിക്കുന്ന റവറൻഡ് ഡോക്ടർ V.T. എബ്രഹാമിനായി സ്തോത്രം. Thank you, Lord, for the journey of this great districts under this great man of God, Lord, over these 25 years and the planting of 300 churches in one of the most neediest part in Kerala and India. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിലെ കേരളത്തിന്റെ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ മേഖലയിൽ കഴിഞ്ഞ 25 വർഷങ്ങൾ കർത്താവേ അങ്ങയുടെ അഭിഷിക്ത ദാസന്റെ കീഴിൽ ഈ പ്രസ്ഥാനത്തെ
ഇത്രത്തോളം വളർത്തി 300-ലധികം സഭകൾ സ്ഥാപിക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയതിനായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. And this morning, as I bring a word from your presence for these precious young men and women who have come from far away and near for this conference, I pray the Holy Spirit will speak. കർത്താവേ, ഞങ്ങളുടെ ദേശത്തിന്റെ ദൂരവൊന്നും ചാരവൊന്നും ഇവിടെ കടന്നു വന്നിരിക്കുന്ന അനേക ചെറുപ്പക്കാരികൾക്ക് അനുഗ്രഹമായി ഇന്നത്തെ ഈ സന്ദേശം മാറേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. As we go into a part of the Bible which we perhaps don't go into often, I pray that you will make this exercise exciting and life transforming. കർത്താവേ, ഞങ്ങൾ പങ്കുവെക്കുന്ന ഈ പ്രത്യേക വചനഭാഗം അങ്ങയുടെ ജനത്തിന് അത് അനുഗ്രഹമായി തന്നെ ഭവിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ വലിയ ആവേശത്തോടെ അത് കൈക്കൊള്ളുവാൻ ദൈവം ഇടവരുത്തട്ടെ. In Jesus Christ's name I pray. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. Amen. ആമേൻ. Lionel Messi, the great footballer, won the Ballon d'Or or the footballer of the year for the yet another time this year, a few days ago. കഴിഞ്ഞ വർഷത്തിൽ ലയണൽ മെസ്സി എന്ന പ്രസിദ്ധനായ ഫുട്ബോൾ താരം വീണ്ടും ഈ വർഷത്തിലെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. He won it for the record 8th time. He won it for the 8th time. 8 തവണ അദ്ദേഹം ആ വലിയ ടൈറ്റിൽ നേടുകയുണ്ടായി. He was undoubtedly the player of all players. കളിക്കാരുടെ അതിശ്രേഷ്ഠനായ കളിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെടുവാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. Following Reverend Dr. V.T. Abraham's invitation for me to preach in this conference, the Lord clearly led me to go to a book which sounds like player of all players, called Song of Songs. Literally, Song of all songs, the greatest song. എന്നതുപോലെ തന്നെ കർത്തൃദാസൻ എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ പാട്ടുകളുടെ പാട്ട് എന്നറിയപ്പെടുന്ന വളരെ മനോഹരമായ തിരുവെഴുത്തിലെ ഒരു പുസ്തകത്തിലേക്ക് ദൈവം എന്റെ ശ്രദ്ധയും കൊണ്ടുപോകുവാനിടയായി. In 1 Kings chapter 4 verse 32, the Bible says King Solomon wrote 1005 songs. 1005 പാട്ടുകൾ രാജാവായ ശലോമോൻ എഴുതിയെന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ പ്രാരംഭ ഭാഗത്ത് വായിക്കുന്നു. But one song that he wrote was inspired by the Holy Spirit, even though we don't have a reference to the word God or Holy Spirit or Jesus Christ in that book. എന്നാൽ ആ പുസ്തകം അഥവാ അദ്ദേഹം എഴുതിയ അനവധി ഗാനങ്ങളിൽ അതിശ്രേഷ്ഠമായ ഈ പുസ്തകം അദ്ദേഹം എഴുതുന്നത് പരിശുദ്ധാത്മ നിയോഗത്തിലും നിറവിലുമാണ്. ആ പുസ്തകത്തിൽ യേശുവെന്നോ പരിശുദ്ധാത്മാവെന്നോ ഒരു പദം നമ്മൾ കാണുന്നില്ല എങ്കിൽ പോലും. And that book we have in our Bible, and that is Song of Songs. ആ പുസ്തകം നമ്മുടെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. ഉത്തമ ഗീതങ്ങൾ അഥവാ പാട്ടുകളുടെ പാട്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. As a youth evangelist, I constantly return to the Word of God to find out what the Word of God says to young people. ഒരു യുവജനങ്ങളുടെ ഇടയിലെ ശുശ്രൂഷകൻ എന്ന നിലയിൽ തിരുവെഴുത്തിലേക്ക് എപ്പോഴും യൗവനക്കാർക്കുള്ള സന്ദേശങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പരിശോധിക്കാറുണ്ട്, പരതാറുണ്ട്. And I discovered the other day that Song of Songs has got a direct message for young people. കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട മറ്റൊരു വസ്തുത, ഈ സംഗീതങ്ങളുടെ സംഗീതം അഥവാ ഉത്തമഗീതം എന്ന പുസ്തകം യൗവനക്കാർക്കുള്ള മനോഹരമായ ഒരു സന്ദേശം കൈമാറുന്നുണ്ട്. 6 times this book uses a phrase, "O daughters of Jerusalem." യെരൂശലേം പുത്രിമാരെ എന്നുള്ള പദപ്രയോഗം വിശുദ്ധ ബൈബിളിൽ ഈ പ്രത്യേക പുസ്തകത്തിൽ 8 തവണ ആവർത്തിക്കുന്നുണ്ട്. In other words, it's saying, "Oh, younger generation of Jerusalem." മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ചെറുപ്പക്കാരത്തികളായ യെരൂശലേം നിവാസികളെ എന്നുള്ള ഒരു പദമാണ് അവിടെ കാണാൻ കഴിയുന്നത്. In other words, "Oh, young people of Jerusalem." യെരൂശലേമിലെ ചെറുപ്പക്കാരെ എന്നുള്ള ഒരു പ്രയോഗമാണ് ആ വചനത്തിൽ ദർശിക്കാൻ കഴിയുന്നത്. After all, when we come to the New Testament, the great apostle Paul referred to young people he mentored, Timothy and Titus, as his own children. So we can get that when the Bible says, "Oh, daughters of Jerusalem," it's addressing the young people.
പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമത്തിൽ യൗവനക്കാരോട് മകനെ മകളെ എന്നുള്ള നിലയിൽ എഴുതുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും യെരൂശലേം പുത്രിമാരെ എന്ന ഈ ഉത്തമഗീതത്തിലെ പ്രയോഗം ചെറുപ്പക്കാരെ കുറിച്ച് കൂടിയാണ്. And as you young people love a story, I'm going to narrate to you the story of Song of Songs and apply that story for our lives. ചെറുപ്പക്കാർക്ക് അതിന്റെ കഥകൾ ഇഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ആ വചനഭാഗങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു സന്ദേശമായി കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But the sad thing is, among those who study the Bible, the theologians, the Bible scholars, there is no agreement on the story of Song of Songs. സംഗീത അല്ലെങ്കിൽ ഉത്തമഗീതം എന്ന ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിലുള്ള പഠനത്തിൽ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു അഭിപ്രായ സമുന്നയം കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ വസ്തുതയാണ്. Bible scholars cannot even agree on how many characters are talked about in this book. ഈ പുസ്തകത്തിനകത്ത് എത്ര വ്യക്തികളെ കാണാൻ കഴിയുന്നു എന്ന കാര്യത്തിലും ഒരു ആശയ ഒരുമയെത്തുവാൻ വേദപണ്ഡിതന്മാർക്ക് പലപ്പോഴും കഴിയുന്നില്ല. Bible scholars cannot agree who is speaking when in this book. ഈ പുസ്തകത്തിനകത്തുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ ആരോട് പറയുന്നു, എപ്പോൾ പറയുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായി പറയുവാൻ പലർക്കും കഴിയുന്നില്ല. I believe all of us, including the distinguished scholars seated on the stage, we can have different views about Song of Songs. ഈ ഉത്തമഗീതം എന്ന പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിൽ വേദപണ്ഡിതന്മാരും വേദപഠിതാക്കരുമായി ഇവിടെ ഇരിക്കുന്ന സകലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായും ഉണ്ടായേക്കാം. But today I'm going to share my story from Song of Songs, and you'll discover the Holy Spirit is speaking to the young people of Malabar this morning. എന്നാൽ ഇന്ന് പകൽക്കാലം മലബാറിലെ യുവാക്കളോട് ദൈവം നിശ്ചയമായും സംസാരിക്കാൻ പോകുന്ന ഒരു ആത്മീക ദൂത് ഈ വചനത്തിലൂടെ പങ്കുവെക്കുവാൻ എന്റെ മേൽ ഇന്ന് പകൽ നിയോഗമുണ്ട്. There are two main characters in this book, a man, a young man and a young woman. ഈ വിശുദ്ധ വചനഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളുണ്ട്, ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരത്തിയും. The young woman, we have no problem identifying, she is the Shulamite woman. ആ ചെറുപ്പക്കാരി ആരാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല, ശൂലേംകാരി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. In Song of Songs chapter 6 and verse 13, the name Shulamite is used. അതെ, അതിന്റെ 6-ാമത്തെ അധ്യായം 13 6:13 1:3. Okay, you can find the reference. It's talking the Shulamite. Okay. മടങ്ങി വരിക ശൂലേംകാരത്തി എന്ന് 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ മലയാള ബൈബിളിൽ കാണുന്നു. Okay, that's right. Okay. In English it's 6:13, Malayalam 7:1. No problem. Okay. We know who the Shulamite is. നമുക്കറിയാം ആരാണ് ശൂലേംകാരത്തി. But then there's another character. മറ്റൊരു കഥാപാത്രത്തെ ഈ പുസ്തകത്തിൽ കാണാം. He is the unnamed shepherd boy. അദ്ദേഹത്തെ പേര് പരാമർശിക്കാത്ത ആട്ടിടയ ചെറുക്കൻ എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. And we read about him in Song of Songs 1:7. 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ആ ചെറുപ്പക്കാരനെ കുറിച്ച് കാണാം. And the girl, the Shulamite, tells him, ഈ ശൂലേംകാരത്തി അവനോട് പറയുകയാണ്, tell me, you whom my soul loves. എന്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക, നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെയാണ്? Where you pasture your flock. എവിടെയാണ് നീ ആടുകളെ മേയ്ക്കുന്നത്? You are a mysterious person. നീ എനിക്ക് അജ്ഞനായ ഒരു വ്യക്തിയാണ്, നീ എവിടെയെന്ന് ഞാൻ അറിയുന്നില്ല. And meet me and you go away. എന്നെ നീ ചേർത്തുകൊള്ളുക, എന്നെയും കൊണ്ട് സഞ്ചരിക്കുക. Where do you pasture your flock? നീ എവിടെയാണ് നിന്റെ ആടുകളെ മേയ്ക്കുന്നത്, എവിടെയാണ് അവരെ കിടത്തുന്നത്? But then that verse has a very important phrase. ഇവിടെ ആ വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗം കാണാം. And based on that phrase I am making this interpretation of my story of Song of Songs. ഈ വചനഭാഗത്തിലൂടെ ദൈവം എനിക്ക് നൽകിയ ആത്മീക സന്ദേശമാണ് ഞാൻ പങ്കുവെക്കുന്നത്. Song of Songs 1 says, "Oh shepherd boy, why do you meet me as if I'm a veiled woman, as if I'm a veiled woman?" അവൾ പറയുകയാണ്, അങ്ങ് എന്തിനാണ് മുഖം മൂടിയിരിക്കുന്ന എന്നെ പോലെ ഒരു പെൺകുട്ടിയെ അങ്ങ് എങ്ങനെയാണ് കണ്ടെത്തിയത്? Veiled woman could mean prostitute. Why do you meet me in secrecy as if I'm a prostitute? അങ്ങനെ മുഖം മൂടി ഇരിക്കുന്ന സ്ത്രീകൾ യഹൂദ പശ്ചാത്തലത്തിൽ അവർ
അഭിസാരിണികളാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയായ എന്നെ നീ എങ്ങനെ കണ്ടുപിടിച്ചു എന്നവൾ ചോദിക്കുകയാണ്. Based on that, I make an assumption. I believe it's a scriptural assumption somewhat, saying that the shepherd boy had secretly married the Shulamite girl, and she says, I am your wife. You can meet me openly. You don't have to meet me as if I'm a prostitute. അവൾ പറഞ്ഞതിന്റെ അർത്ഥം വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ ഗ്രഹിക്കാൻ കഴിയും. നീ എന്നെ വിവാഹം കഴിച്ചിരിക്കെ മുഖം മൂടിയവളായി നീ എന്നെ എന്തിനു ദർശിക്കണം, രഹസ്യത്തിൽ എന്നെ കണ്ടുമുട്ടണം എന്ന് അവൾ ചോദിക്കുന്നതായി നമുക്ക് തോന്നുന്നു. The Bible says in Proverbs 5:18-20 that married couples can enjoy sexual union and sexual thrills in the boundaries of marriage. വിവാഹം എന്ന ദൈവിക വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീക്കും അവരുടെ ശാരീരികവും വൈകാരികവുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുവാൻ കഴിയുമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. സദൃശവാക്യം 5. And when we enter the book of Song of Songs, I believe that we meet an already married couple, secretly married, I believe, who are beginning to enjoy sexual union all through those chapters. അതുകൊണ്ട് തന്നെ ഈ ഉത്തമഗീതം എന്ന പുസ്തകത്തിൽ കാണപ്പെടുന്ന ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അവർ വിവാഹിതരായിരുന്നു രഹസ്യത്തിലെങ്കിലും അവർ അവരുടെ കുടുംബജീവിതം വൈവാഹിക ജീവിതം ആ വിധം ആരംഭിച്ചവർ തന്നെ ആയിരുന്നു. That is why in the second verse itself, 1-2, they start kissing each other sexually. They would not do that. God would not put it in our canon of scripture if they were not already married. That's why the phrase veiled woman. I'm not a veiled woman. I'm your wife. അപ്പോൾ അതിന്റെ ആരംഭവാക്യങ്ങളിൽ തന്നെ ഞാൻ മൂടുപടമിട്ട ഒരു സ്ത്രീയല്ല എന്ന് പറയുന്നിടത്ത് വളരെ വ്യക്തമാകുന്ന തിരുവെഴുത്തിന്റെ ഒരു ആധികാരിക സന്ദേശം ഇതാണ്. അവർ ഇരുവരും അതിനോടകം വിവാഹിതരായിരുന്നു. ആ നിലയിലുള്ള ഒരു ബന്ധം അവർക്കുണ്ട് എന്ന് തെളിയിക്കുന്ന വചനമാണത്. So I'm establishing at the beginning of this message, this is two married people having a conversation, the shepherd boy and the Shulamite woman. അതുകൊണ്ട് തന്നെ ഈ പ്രാരംഭ സമയത്ത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീയും പുരുഷനും അവർ വിവാഹിതരായിരുന്നു. അവർ ആ നിലയിലുള്ള ജീവിതം ആരംഭിച്ചിരുന്നു അതിനോടകം. Now I want to first talk about the shepherd boy, what he did, who he is. ആരംഭ ഭാഗത്ത് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ആ ഇടയൻ ആരാണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. Second, I want to talk about what Shulamite did. എന്താണ് ശൂനേംകാരത്തിയുടെ ജീവിതം, അവളെ കുറിച്ച് ശൂലേംകാരത്തിയുടെ ജീവിതം എന്ന് ചിന്തിക്കുവാൻ ഞാൻ രണ്ടാമത് ആഗ്രഹിക്കുന്നു. And finally, what they together decided to do. അവർ ഇരുവരും ചേർന്ന ഒടുവിൽ എന്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതും സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Message over, you can go for lunch after that. അത് പറഞ്ഞു കഴിയുമ്പോൾ സന്ദേശം തീരും, നിങ്ങൾക്ക് ഫുഡിനായി കടന്നു പോകാം. The first thing about the shepherd boy. ഒന്നാമതായി ആ ഇടയൻ ആരാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. He is a perfume. അദ്ദേഹത്തെ കുറിച്ച് വചനം പറയുന്നു, അവൻ സുഗന്ധ തൈലം പോലെയുള്ളവനാണ്. He is a perfume. അവൻ ഒരു സുഗന്ധ തൈലമാണ്. Young people, can you repeat the word? ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ആ പദം ഒന്ന് പറയാൻ കഴിയുമോ? In English, he's perfume. അവൻ ഒരു സുഗന്ധ തൈലമാണ്. Louder, he's perfume. ആ കരങ്ങളെ ഉയർത്തി ചെറുപ്പക്കാരെ ഒന്ന് പറയാമോ? അവൻ ഒരു സുഗന്ധ തൈലമാണ്. He is perfume. അവൻ സുഗന്ധ തൈലമാണ്. Song of Songs chapter 1 verse 3 says, ഒന്നാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു, the Shulamite is talking to the shepherd boy. ആ ഇടയച്ചെറുക്കനെ കുറിച്ച് ശൂലേംകാരത്തി പറയുകയാണ്, your anointing oils are fragrant. നിന്റെ തൈലം സൗരഭ്യമായത്. Your name is oil poured out. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. Therefore virgins love you. അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. You know, there's another person who's also called perfume in this book. ഈ പുസ്തകത്തിൽ മറ്റൊരു വ്യക്തി കൂടി സുഗന്ധ തൈലത്തോട് താതാത്മ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. And that is not called as perfume, sorry, but another person who applied a lot of perfume on his body and came. മറ്റൊരു വ്യക്തിയെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സുഗന്ധ തൈലമാണ് എന്നല്ല, മറിച്ച് മറ്റൊരു വ്യക്തിയെ കുറിച്ചുള്ള പരാമർശം അദ്ദേഹം ധാരാളം സുഗന്ധ തൈലം പൂശുന്ന വ്യക്തിയാണെന്നാണ്. Chapter 3 verse 6.
അതിന്റെ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ അത് കാണാം. Solomon, he had perfume from all the spices that merchants offered. He had it on his body. ശലോമോൻ എന്ന പേരുള്ള രാജാവ്, അദ്ദേഹം ധാരാളം സുഗന്ധപൂർണങ്ങൾ കൊണ്ട് പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂണുകൾ പോലെ ഒരു വ്യക്തിയായി ഉപമിച്ചിരിക്കുന്നു. But this shepherd boy, എന്നാൽ ഈ ഇടയ ചെറുക്കൻ നോക്കൂ, if you go near him, he might stink and you want to close your nose. ഒരു പക്ഷേ ആ ഇടയ ചെറുക്കന്റെ അടുക്കലേക്ക് നാം അടുത്ത് ചെന്നാൽ അദ്ദേഹത്തിന്റെ ജോലിയോടനുബന്ധിച്ചുള്ള ദുർഗന്ധമൊക്കെ അദ്ദേഹത്തിന് മേലുണ്ടാകാം. Because among all the animals, you know, one of the stinkiest animal is, if there's a word like that, is the sheep. And he spends a lot of time with the sheep. അതെ, ഈ മനുഷ്യന്റെ പ്രത്യേകത, ആടുകളെ മേയ്ക്കുവാൻ ഒരുപാട് സമയം ഈ മൃഗങ്ങളോട് കൂടെ ചെലവഴിക്കുക വഴി അയാളുടെ ശരീരത്തിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ചൂരും മണവും ഒക്കെ ഉണ്ടാകാം. He has no money to buy all the spices of merchants like King Solomon and apply it onto his body. ആ ഇടയ ചെറുക്കന് സോളമൻ രാജാവിനെ പോലെ ധാരാളം സുഗന്ധവർഗ്ഗങ്ങളും തൈലവും വാങ്ങിക്കാൻ പണവും ഒരുപക്ഷെ ഉണ്ടാകില്ല. But his character is like a perfume. എന്നാൽ അവന്റെ സ്വഭാവം അതൊരു തൈലം പോലെ ശ്രേഷ്ഠമാണ്. He is a one woman man. He loves one person and stays faithful to that person. But the other fellow, King Solomon, wants 1,000 women. എന്നാൽ ഈ ഇടയച്ചെറുക്കന്റെ പ്രത്യേകത അറിയാമോ? അവൻ ഒരു പെൺകുട്ടിയോട് മാത്രം തന്റെ ഹൃദയം പങ്കുവച്ചവനാണ്. എന്നാൽ ശലോമോനോ അനേക സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. Are you a person of character? That's what God is asking you from the Song of Solomon. ഇന്ന് ഈ പകലിൽ ഉത്തമഗീതം എന്ന പുസ്തകത്തിലൂടെ ദൈവം ചെറുപ്പക്കാരെ നിങ്ങളോട് ചോദിക്കുന്നത് സ്വഭാവത്തിന് വില കൊടുക്കുന്നവരാണോ നിങ്ങൾ എന്നുള്ളതാണ്. The World Cup football final 2022. 2022 നടന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ Messi takes a penalty. It is 1-0 in the 23rd minute. 32ാമത്തെ മിനിറ്റിൽ 23rd മിനിറ്റിൽ മെസ്സി അവരുടെ ഗോള് വല കുലുക്കിക്കൊണ്ട് ലീഡ് 1-0 എന്ന നിലയിൽ ഫ്രാൻസിനെതിരെ ജയിക്കുകയുണ്ടായി, അറിയാമല്ലോ. And then shortly later, അല്പസമയം കഴിഞ്ഞപ്പോൾ 36th minute, 36ാമത്തെ മിനിറ്റിൽ the words of the golden commentator of football, Peter Drury, I repeat, പീറ്റർ ഹ്യൂറി എന്ന പേരുള്ള അനുഗ്രഹീതനായ സ്വർണ്ണനാവുള്ള ഫുട്ബോൾ കമന്റേറ്റർ, Messi, he says. അദ്ദേഹം പറയുന്നു മെസ്സി എന്നുള്ള പദം. Lovely, says some other voice, another commentator. മറ്റൊരു കമന്റേറ്റർ അതിനേക്കാളും മനോഹരമായ മറ്റൊരു പദം പറയുന്നു. Delightful, says Peter Drury again. അദ്ദേഹം വീണ്ടും പറയുന്നു ഡിലൈറ്റ്ഫുൾ, വളരെ അത്യാനന്ദകരമായ വസ്തുത. And the next word is Alvarez. അടുത്ത പദം അൽവാരസ് എന്നുള്ള And then പേരായിരുന്നു. he says, here is McAllister. മെക്കാലിസ്റ്റർ എന്ന പേര് വീണ്ടും അദ്ദേഹം പറയുന്നു. And then he says the golden words, Di Maria. Angel Di Maria is a spare man. അദ്ദേഹം വീണ്ടും പറയുന്നു കളിക്കാരനായി ഡി മരിയയുടെ പേര്. He's a spare man. അദ്ദേഹം ഇപ്പോൾ കളിക്കളത്തിലുള്ള പുറത്തിരിക്കുകയാണ്. Glorious goal, he says. അദ്ദേഹം പറയുന്നു വളരെ മഹത്വപൂർണമായ ഗോൾ അദ്ദേഹം അടിക്കുന്നു. As Angel Di Maria makes it 2-0 for Argentina in the 2022 World Cup final. വീണ്ടും ആ കമന്റേറ്ററുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് അർജന്റീനയ്ക്ക് വേണ്ടി ഡി മരിയ നേടിയ 2ാമത്തെ ഗോൾ വഴി ശത്രുവിനെതിരെ 2 ഗോളിന്റെ ലീഡ് അർജന്റീന നേടുകയാണ്. And then he says these words. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ ചില പദങ്ങൾ They പറഞ്ഞു. are stuck onto my mind forever. അതെന്റെ മനസ്സിൽ എന്നേക്കുമായി പതിഞ്ഞുപോയ He വാക്കുകളാണ്. said it's an Argentine goal. അർജന്റീനയുടെ ഗോൾ എന്നാണ്. അർജന്റൈൻ ഗോൾ. This goal has the character of Argentina. അർജന്റീനയുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഗോൾ എന്നാണ് അദ്ദേഹം അതിനെ വിളിച്ചത്. Long passes, classic, opportunistic goal, Argentine goal. അദ്ദേഹം ആ ഗോളിന് വിളിച്ച പേര് വളരെ ദീർഘദൂര പാസുകൾ നൽകി വളരെ മനോഹരമായ അർജന്റീനയുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഫുട്ബോൾ കളത്തിലെ ശ്രേഷ്ഠമായ ഗോൾ എന്നാണ്. What about you? What is your character? What defines you? എന്നാൽ ഇന്ന് പകൽ ചോദ്യം ഇതാണ്, പ്രിയ സുഹൃത്തേ, നിന്റെ സ്വഭാവം എന്താണ്? നിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന പ്രവൃത്തി എന്താണ്? When God sees you live your Christian life, what would God say? Like Peter Drury said, that's Argentine goal, so classic. You know, what would God say about you, your life?
അവിടെ ആ കമന്റേറ്റർ പറഞ്ഞത് അർജന്റീനയുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഗോൾ എന്നാണെങ്കിൽ, ഇന്ന് പകലിൽ നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം നമ്മുടെ സ്വഭാവത്തിന് ഇടുന്ന വിളിപ്പേരെന്താണ്, നമ്മുടെ സ്വഭാവത്തിന്റെ ചേർന്ന പ്രവൃത്തി എന്താണ്, ദൈവം ഇന്ന് പകൽ അത് ചോദിക്കുകയാണ്. Do we have the aroma of Christ, as Paul says in Corinthians? കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തുയേശുവിന്റെ സൗരഭ്യം പരത്തുന്ന വ്യക്തികളാണോ ഞാനും നിങ്ങളും എന്ന് വിലയിരുത്തണം. That means you can walk into your school, walk into your college, walk into your office. You don't have to say, open your mouth and say, I'm a Christian, I'm a Pentecostal. The way you live your life, your character, my character will be like an aroma that affects everybody in the room and says, we are Jesus followers. അതേ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ കടന്നു പോകുമ്പോൾ നീ ഒരു വിശ്വാസിയാണെന്ന്, നീ ഒരു ദൈവ പൈതലാണെന്ന് പറയേണ്ട ആവശ്യമില്ല. നിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ, നിന്റെ പ്രവൃത്തി കാണുമ്പോൾ, നിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമായി നിങ്ങൾ മാറുവാനിടയാകണം. And they can say that only when we live a holy life. അത് സാധ്യമാകുന്നത് ഒരു വിശുദ്ധ ജീവിതത്തിന് നാം നമ്മെ സമർപ്പിക്കുമ്പോൾ മാത്രമായിരിക്കും. Why was the shepherd boy called a man of character? എന്തുകൊണ്ടാണ് ഇടയ ചെറുക്കനെ സ്വഭാവ വൈശിഷ്ട്യതകളുടെ വ്യക്തി എന്ന് വിശുദ്ധ ബൈബിൾ പേര് വിളിക്കുന്നത്? We have a clue in Song of Songs chapter 4 verse 12. ഉത്തമഗീതം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. Very important scripture, Song of Songs 4:12. ഉത്തമഗീതത്തിന്റെ 4:12 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. I want to point your attention to say that the shepherd boy is speaking. ഇവിടെ ഈ വചനഭാഗം ഈ ഇടയ ചെറുക്കൻ പറയുന്ന ഒരു പദമാണ്. The lady is not speaking, but the man is speaking. ഇവിടെ പറയുന്നത് ആ ചെറുപ്പക്കാരത്തിയല്ല, ആ പുരുഷനാണ് സംസാരിക്കുന്നത്. He looks at his wife and says, you are a garden lot. അവളെ നോക്കിയിട്ട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, നീ കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ്, അടച്ചിരിക്കുന്ന ഒരു നീരുറവാണ്, മുദ്രയിട്ടിരിക്കുന്ന കിണറാണ്. You are a spring enclosed, you are a sealed fountain. 3 words. നീ അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്, കെട്ടി അടയ്ക്കപ്പെട്ട ഒരു തോട്ടം, അങ്ങനെ 3 പ്രയോഗങ്ങൾ നടത്തുകയാണ്. Who says that? ആരാണത് പറയുന്നത്? Shepherd boy. ആ ഇടയ ചെറുക്കനാണ് പറയുന്നത്. He says that to his wife. തന്റെ ഭാര്യയോട് അദ്ദേഹം പറയുകയാണ്, because he knows from his experience that his wife was a virgin on the night of marriage. തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആ പെൺകുട്ടിയുടെ സ്വഭാവത്തെ കുറിച്ച് തിരിച്ചറിവുള്ള ആ ചെറുപ്പക്കാരൻ പറയുന്ന പദമാണത്. That is why he uses the poetic terms to depict her virginity, garden locked, spring enclosed, sealed fountain. അവളുടെ കന്യകാത്വത്തെ വെളിപ്പെടുത്തുന്ന മനോഹരമായ കവിത സമമായ 3 പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തുന്നു. നീ അടച്ചിരിക്കുന്ന തോട്ടം, കെട്ടിയിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്. That is why even though they may have met maybe the 1 or 2 times before marriage in this open scenic setting, he never crossed sexual boundaries before getting married to her. He respected sexual boundaries which is Maker, Almighty God, Yahweh instituted. That's why he's a man of character. അത് അദ്ദേഹം പറയുവാനുള്ള കാരണം തന്റെ അനുഭവത്തിൽ ഈ പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് അവളെ കണ്ടുമുട്ടിയിട്ടും തന്റെ ചാരിത്ര വിശുദ്ധി സൂക്ഷിക്കുവാൻ അവൾ ദൈവത്തിന്റെ വചനത്തെ നെഞ്ചിലേറ്റി ജീവിത വിശുദ്ധിയെ കാത്തവളാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് അദ്ദേഹം ഈ പരാമർശം അവളെ കുറിച്ച് പറയുന്നത്. What about you and me? എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള വസ്തുത എന്താണെന്ന് നാം വിലയിരുത്തുക. Are we people of character? പ്രിയരെ, നാം സ്വഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരോ? Do we respect God's sexual boundaries for us? ദൈവം നമുക്ക് വെച്ചിട്ടുള്ള ലൈംഗികതയുടെ അതിർവരമ്പുകളെ ബഹുമാനിക്കുന്നവരാണോ ഞാനും നിങ്ങളും? Do we say no to the temptation of porn watching, for example? അശ്ലീല ദൃശ്യങ്ങൾ കാണുവാനുള്ള
ശാരീരിക ചോദനയെ ആത്മാവിൽ അതിജീവിക്കാൻ കരുത്തുള്ളവരാണോ ഞാൻ നിങ്ങൾ വന്ന് വിലയിരുത്തുക. Do we understand God's standard about porn, which comes in 2 Samuel chapter 11 and verse 27? 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ ഇത്തരത്തിലുള്ള അശ്ലീല വീഡിയോകൾ കാണുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ നിലപാട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? The thing that David did displeased the Lord. David was watching the bath of Bathsheba. David was watching live porn, in other words. And what David did displeased the Lord. Have we seen that biblical standard for sexual purity coming from the pages of Bible? വിശുദ്ധ ബൈബിളിൽ തന്നെ ദാവീദ് തന്റെ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്ത വളരെ പാപകരമായ പ്രവൃത്തി, ബത്ശേബ എന്ന ഒരു സ്ത്രീയുടെ നഗ്നത ദർശിക്കുവാൻ അയാൾ എടുത്ത ആ പാപകരമായ തീരുമാനം ദൈവം വളരെ വ്യക്തമായി ഖണ്ഡിക്കുന്നതായി ദൈവവചനത്തിൽ പറയുന്നു. അത് ഇന്നത്തെ സമൂഹത്തിനുള്ള മുന്നറിയിപ്പാണ്. So having understood that, do we say no to porn, empowered by the Holy Spirit? ഇന്ന് പകൽക്കാലം ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ലോകത്തിലെ അശ്ലീലതകളെ കാണാതിരിക്കാൻ ആത്മാവിന്റെ ബലം ഏറ്റെടുക്കുവാൻ ചെറുപ്പക്കാർക്ക് കഴിയട്ടെ. So that is about the shepherd boy. അതാണ് ഇവിടെ പരാമർശിക്കുന്ന ഇടയച്ചെറുക്കനെ കുറിച്ച് കാണാൻ കഴിയുന്നത്. He is perfume. അവൻ സുഗന്ധ തൈലം പോലെ ശ്രേഷ്ഠൻ. Next, about she. രണ്ടാമതായി ആ പെൺകുട്ടിയെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുവാൻ കഴിയും. She perseveres. She fights. അവൾ വളരെ പോരാട്ടം കഴിക്കുന്നവളാണ്. She perseveres. അവൾ വളരെ ശക്തമായി പരിശ്രമിച്ച് മുന്നേറുന്നവളാണ്. King Solomon, according to the story I have about the Song of Songs, my study of scripture, others can have other opinion. King Solomon tried to come between her and the shepherd boy. ഇവിടെ ഞാൻ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം എനിക്ക് നൽകിയിട്ടുള്ള കാഴ്ചപ്പാടിൽ സംസാരിക്കുകയാണ്. ഈ ഇടയച്ചെറുക്കനും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധത്തിന്റെ നടുവിലേക്ക് ഇവിടെ ഇതാ മറ്റൊരു വ്യക്തി വരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ശലോമോൻ രാജാവ്. King Solomon wrote in Ecclesiastes 7:28 something very interesting. സഭാപ്രസംഗിയുടെ പുസ്തകം 7:28 ശലോമോൻ വളരെ രസകരമായ ഒരു വസ്തുത കുറിക്കുന്നുണ്ട്. He said, 1 out of 1,000 men is virtuous. അദ്ദേഹം പറയുന്നത് 1 out of 1,000 men is virtuous. 1000-ൽ ഒരുവനേ ഉള്ളൂ നല്ല പുരുഷനായി കണ്ടെത്താൻ കഴിയുക. But nobody among women. എന്നാൽ ഞാൻ സ്ത്രീകളുടെ ഇടയിൽ ഉത്തമയായ ഒരുവളെ കണ്ടിട്ടേയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. That can make many women angry. ചിലപ്പോൾ ഒത്തിരി ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്ക് വല്ലാതെ ദേഷ്യം പിടിക്കാൻ സാധ്യതയുണ്ട്. And definitely I believe it made Shulamite girl angry. അതെ, തീർച്ചയായിട്ടും ഈ ശൂലേംകാരത്തിയെയും അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാട് തീർച്ചയായും കോപിഷ്ഠയാക്കിയിട്ടുണ്ടാകാം. Solomon, it's your experience. You proposed to 1,000 girls, all of them said yes to you. ഒരുപക്ഷെ അതെ, അവളുടെ വാക്കുകൾ ഇങ്ങനെ ആയിരിക്കും, ശലോമോനെ നീ ഒത്തിരി സ്ത്രീകളുടെ അടുക്കൽ പോയി നീ പ്രപ്പോസ് ചെയ്തപ്പോൾ അവരൊക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ടാകും. Because you're a rich king. കാരണം നീ ഒരു രാജാവാണല്ലോ. But I am going to say no to you. എന്നാൽ നിന്നെയും നിന്റെ മഹത്വത്തോടും ഞാനിപ്പോൾ നോ പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. Because I am committed to the shepherd boy, or I am secretly married to the shepherd boy. അവൾ പറയുകയാണ്, ഞാൻ ഒരുവൻ എന്റെ ജീവിതം കൊടുത്തിരിക്കുന്നു, ഞാൻ അവനുമായിട്ടൊരു ഉടമ്പടി എന്റെ ഹൃദയത്തിൽ എടുത്തിരിക്കുകയാണ്. Shulamite girl, who is your earthly boss? ആമേൻ. അവളെ സംബന്ധിച്ച് ഭൂമിയിലെ അവളുടെ യജമാനനാണവൻ. Let's talk to her. Shulamite girl, who is your earthly boss? ഈ ശൂലേംകാരത്തിയോട് നമുക്കൊന്ന് ചോദിക്കാം, നിന്റെ ഇടയച്ചെറുക്കൻ ആരാണ്? Your earthly boss or your CEO is King Solomon. King Solomon is my boss, she would say. നിന്റെ ഈ ഭൂമിയിലെ യജമാനൻ ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഈ ശൂലേംകാരത്തി പറയും, രാജാവായ ശലോമോൻ തന്നെയാണ്. He gave a family a vineyard. അവക്ക് ഒരു നല്ല മുന്തിരിത്തോട്ടവും കുടുംബവും ഒക്കെ നൽകിയിട്ടുണ്ട്. We had to care for that vineyard. ആ മുന്തിരിത്തോട്ടത്തെ ഞാൻ പരിപാലിക്കേണ്ടതായിരുന്നു. And give him the prophet. അതിന് പ്രവാചകന് കൊടുക്കേണ്ടത്, അതിനുശേഷം പ്രവാചകന് കൊടുക്കും, സോളമന് കൊടുക്കേണ്ടതുണ്ട്. He is the landowner of that vineyard. ആ ഗിലെയാദ് എന്ന ദേശത്തിന്റെ ഉടമസ്ഥനാണ് അയാൾ. അവിടെയുള്ള മുന്തിരിത്തോട്ടത്തെ പരിപാലിക്കേണ്ട ഡ്യൂട്ടിയും അവൾക്കുണ്ട്. Minimum we have to give him 1,000 shekels. 1000 ഷെക്കലെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടതാണ് ആ സ്ഥലത്ത് നിന്ന്. We have to give him at least 1,000 shekels.
1000 ഷെക്കലെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടതാണ്. I worked under the sun in that vineyard and I gave him those 1,000 shekels. സൂര്യപ്രകാശത്തിന്റെ ഉച്ച വെളിച്ചത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് അതൊക്കെ ചെയ്തു വരികയായിരുന്നു മുന്തിരിത്തോട്ടത്തിൽ. There were some people who helped me and I gave them 200 shekels as well. അവിടെ കുറെ ആളുകൾ എന്നെ സഹായിക്കാനുണ്ടായിരുന്നു. അവർക്ക് ഞാൻ 200 ഷെക്കൽ പണമായി കൂലി കൊടുക്കണമായിരുന്നു. You'll understand this if you read verse 8, chapter 8 and verse 12. 8-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. 8:12, you can read it later. നിങ്ങൾക്കത് പിന്നീട് വീട്ടിൽ പോയി വായിക്കാൻ സമയമുള്ളപ്പോൾ വായിച്ചാൽ മതിയാകും. But my brothers, they are so wicked. എന്നാൽ എന്റെ സഹോദരങ്ങളുണ്ടല്ലോ, അവർ വളരെ ദുഷ്ടന്മാരാണ്. They don't want me to give that money to Solomon. They want me to marry Solomon. എന്നാൽ എന്റെ സഹോദരങ്ങൾ ഈ ജോലി ശലോമോന് വേണ്ടി ഞാൻ ചെയ്തു കൊടുക്കണമെന്നല്ല എന്നോട് പറഞ്ഞത്. ശലോമോന് നിന്നെ തന്നെ വിവാഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നവർ പറഞ്ഞു. So that Solomon as a husband will pay them the bride price. As it is biblical culture, the husband will pay money to the girl's family. ആ കാലത്തിന്റെ പ്രത്യേക പശ്ചാത്തലം അനുസരിച്ച് അങ്ങനെ തന്റെ പെങ്ങളെ വിവാഹം ചെയ്ത് രാജാവിന് കൊടുത്താൽ രാജാവ് നൽകുന്ന വലിയ ഒരു സമ്മാനത്തുക വീട്ടിലേക്ക് വരുമെന്ന് ശൂലേംകാരുടെ സഹോദരങ്ങൾ ചിന്തിച്ചു. But then I told Solomon. എന്നാൽ ഞാൻ ശലോമോനോട് പറഞ്ഞു. You can read about that in chapter 8 and verse 12. 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ വചനം വായിക്കുവാൻ കഴിയും. My vineyard, this time not talking about the grape vineyard, her body. My vineyard is mine to give. That means if I want to give my body to you, I will give. If I don't want to, I won't give. And I don't want to give you. അതെ, അവിടെ വായിക്കുന്നത് ഇങ്ങനെ, എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം എന്റെ കൈവശം ഇരിക്കുന്നു. ശലോമോനെ, നിനക്കും 1000 ഫലം കാക്കുന്നവരെ 200 ഇരിക്കട്ടെ എന്ന് അവൾ പറയുകയാണ്. This vineyard is only for my husband, the shepherd boy. ഈ മുന്തിരിത്തോട്ടം എന്റെ ഭർത്താവായ ഇടയച്ചെറുക്കന് വേണ്ടിയുള്ളതാണ്. This vineyard of my body. എന്റെ ശരീരമാകുന്ന ഈ മുന്തിരിത്തോട്ടം നിനക്കല്ല, എന്റെ ഇടയച്ചെറുക്കനായ എന്റെ പതിക്കുള്ളതാണ്. And because of that, she got into a lot of trouble. ആ ഒരു തീരുമാന നിമിത്തം അവൾ ഒത്തിരി യാതന അനുഭവിക്കേണ്ടി വരികയാണ്. Solomon did not appreciate what she did. അവൾ ചെയ്ത കാര്യത്തെ ഒരിക്കലും ശലോമോൻ അംഗീകരിച്ചില്ല എന്ന് കാണാം. Her brothers did not appreciate what they did. They got angry with her. അവൾ എടുത്ത തീരുമാനത്തിൽ അവളുടെ സഹോദരങ്ങൾ അവളെ തുടച്ചില്ല, അവർ ദേഷ്യപ്പെട്ടു. And if you read the verses carefully, the watchmen one time even beat her up. Maybe they were Solomon's men. The watchmen beat her up. They stripped her. They even perhaps raped her. They stripped her clothes. അവിടെ കാണുന്നത് അവിടുത്തെ കാവൽക്കാരിൽ ചിലർ ഈ ശൂലേംകാരത്തെ വല്ലാതെ ഉപദ്രവിക്കുകയും അവളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നു. കാരണം അവളുടെ ഈ തീരുമാനത്തിൽ അവർക്കും അനിഷ്ടമുണ്ടായിരുന്നു. അവർ ശലോമോന്റെ ആളുകളാകാം. Her friends, the youth of Jerusalem, the friends, they called her. They said, you don't have breasts, literally. You are not grown up. They damaged her physical appearance. They made mockery of her physical appearance. അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ശൂനേംകാരുത്തികൾ, അവിടെ ഉണ്ടായിരുന്ന യെരുശലേം പുത്രിമാർ ഈ പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും അവളുടെ ശാരീരിക ഘടനയെ ചൊല്ലി പരിഹസിക്കുകയും ചെയ്തു എന്ന് കാണാം. Solomon tried to separate her from the Shulamite, from the shepherd boy. ശലോമോൻ രാജാവാകട്ടെ അവളെ ഈ ഇടയച്ചെറുക്കനിൽ നിന്നും അവളുടെ മനസ്സ് മാറ്റുവാൻ പരിശ്രമിക്കുന്നു. The brothers tried to sell her to Solomon. അവളുടെ സഹോദരന്മാരാകട്ടെ അവളെ ശലോമോന് വിവാഹം ചെയ്യുവാൻ നിർബന്ധിക്കുന്നു. The watchmen tried to slay her or strip her. അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാർ അവളുടെ വസ്ത്രം പോലും ഉരിഞ്ഞെടുക്കുകയും അവളെ പരിഹസിക്കുകയും ചെയ്യുന്നു. The friends used sulfuric acid, sarcastic words about her physical appearance. അവളുടെ ശാരീരിക ഘടനയെക്കുറിച്ച് അവളുടെ നിറത്തെക്കുറിച്ച് ഒക്കെ വളരെ പരിഹാസപൂർണമായ പദങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള യെരുശലേം പുത്രിമാർ അവരെ പരിഹസിക്കുന്നു. But she was strong in her relationship with the shepherd boy husband. അവളുടെ ഇടയച്ചെറുക്കനുമായിട്ടുള്ള അവളുടെ ബന്ധത്തെ അവർ ആ വിധം പരിഹസിക്കുവാൻ തയ്യാറാകുന്നു. She was strong. She did not give up. She was strong in her relationship with that shepherd boy husband. അവൾക്ക് ഇതെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവൾ അല്പം പോലും ക്ഷീണിക്കാതെ ഉറച്ചു നിൽക്കുകയാണ് അവളുടെ ഇടയച്ചെറുക്കനുമായുള്ള ബന്ധത്തിൽ. What about you, young man, young lady?
എന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ ഞാൻ ചോദിക്കട്ടെ, ആ ഇടയർ ചെറുക്കനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? As Satan is trying to, as King Solomon tried to come between her and the shepherd boy, Satan comes between you and Jesus. ഇന്ന് പകൽ ഓർമ്മിപ്പിക്കട്ടെ, ശലോമോൻ രാജാവ് ചെയ്തതുപോലെ ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് നമ്മുടെ ഹൃദയത്തെ യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ നിർമ്മല ബന്ധത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുവാൻ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തീരുമാനം എന്താണ്? ഇന്ന് പകൽ ദൈവാത്മാവ് ചോദിക്കുകയാണ്. Till Jesus returns, you and I have a flesh, and that flesh tells you to sin. That flesh tells you to drink alcohol. That flesh tells you to have sex outside of marriage. That flesh tells you to scream in anger. That flesh is your enemy. ഇന്ന് പകലിൽ ഓർക്കുക, ദുഷ്ടപിശാച് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പാപ സ്വഭാവങ്ങളിലേക്കും ജഡ സ്വഭാവങ്ങളിലേക്കും അധാർമിക ജീവിതത്തിലേക്കും ഡ്രഗ്സ് അഡിക്ഷനുകളിലേക്കും ഒക്കെ നമ്മെ വശീകരിച്ചു കൊണ്ടുപോകുമ്പോൾ ഇന്ന് പകൽ നമ്മുടെ തീരുമാനം എവിടെയാണ്? അതാണ് ദൈവം ചോദിക്കുന്നത്. At that time, do you ask the help of the Holy Spirit? Because Romans chapter 8 verse 13 says, no matter what our enemies are, the world, the devil, or the flesh, we can put to death. We can put to death. We can put to death the misdeeds of the body. All our enemies in this world, the flesh, the devil, by the power of the Holy Spirit. റോമാലേഖനം 8:13 പറയുന്നു, നമ്മുടെ ജഡത്തിന്റെ പ്രവർത്തികളെ ആത്മാവിനാൽ മരിപ്പിക്കാനുള്ള ഒരു വലിയ ദൈവ നിയോഗം ഇന്ന് പകൽക്കാലം ജഡത്തിന്റെ പ്രവർത്തികളെ കൊല്ലുവാൻ ആത്മാവിന്റെ ശക്തി ഏറ്റെടുക്കുവാനുള്ള ഒരു ദൈവകൃപയ്ക്കായി ചെറുപ്പക്കാരെ നാം ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകട്ടെ. Young man, young lady, the temptation may be strong, the trials may be long, but tonight, this morning, God's word comes to you directly. God is saying, will you take the help of the Holy Spirit? Will you be filled with the Holy Spirit so that you can put to death the misdeeds of the body and move on in your Christian life? ഇന്ന് പകൽക്കാലം ദൈവം ചോദിക്കുന്നത് ഇതാണ്, പ്രിയ ചെറുപ്പക്കാരെ, പ്രിയ ചെറുപ്പക്കാരത്തികളെ, നിങ്ങളുടെ ശരീരത്തിന്റെ പാപത്തിന്റെ പ്രലോഭനങ്ങൾ അത് എത്ര ശക്തമായിരുന്നാലും, അത് എത്ര നീണ്ടു നിൽക്കുന്നതായിരുന്നാലും, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് ദൈവകൃപയിൽ നിന്നുകൊണ്ട് പാപത്തോട് പോരാടുവാൻ പ്രിയ യുവതി യുവാക്കളെ ഇന്ന് പകൽ ദൈവം നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. He was a perfume. അതെ, അവൻ സുഗന്ധ തൈലം പോലെ ശ്രേഷ്ഠനായവൻ, Man of character. ഒരു സ്വഭാവ വിശിഷ്ടത സൂക്ഷിക്കുന്ന വ്യക്തി. She was persistent even though things were opposing her, even though powerful people were opposing her. She held on to what she believed was God-given, her relationship with her husband. She was persistent, and finally, അവിടെ നമ്മൾ കാണുന്ന ശൂലേംകാരത്തിയോ, അവൾ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നിട്ടും ഏതെല്ലാം എതിർപ്പുകൾ നേരിട്ടിട്ടും അവളുടെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ, അവളുടെ വിശുദ്ധ ജീവിതത്തിന് വലിയ വില കൽപ്പിക്കുന്നവളായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. And thirdly, they do something together, and I want to finish with that. മൂന്നാമതായി അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു പ്രവൃത്തി ചെയ്യുവാൻ തീരുമാനമെടുക്കുകയാണ്. Song of Songs chapter 8 and verse 14, the last verse. അവിടെ ഉത്തമഗീതം 8-ാമത്തെ ഒടുവിലത്തെ വാക്യം ഇങ്ങനെ കാണാൻ കഴിയും. She says to the shepherd boy, അവൾ ഇടയ ചെറുക്കനോട് ഇങ്ങനെ പറയുകയാണ്, come away my beloved. എന്റെ പ്രിയ, നീ പരിമള പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായി ഓടിപ്പോക. Be like a gazelle, be like a man, be like a deer. Let's run away to the spice-laden mountains. അവൾ പറയുകയാണ്, ഒരു കലമാൻ കുട്ടിക്ക് തുല്യനായി ചെറുമാനിനെ പോലെ പരിമള പർവ്വതങ്ങളിലേക്ക് എന്നെയുമായി ഓടിപ്പോകുക. Actually, he was also suggesting that long back. കുറെ നാളുകൾക്ക് മുമ്പേ അവനും അത് തന്നെ അവളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ. Chapter 2 verses 8-13, if you read chapter 2 verses 8-13. 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇതേ കാര്യം അവൻ ആദ്യം അവളോട് പറഞ്ഞിരുന്നുവെന്ന് കാണാം. He was saying, let's run to the mountains like a deer. Let's run away. Let's run away. അവൻ അവളോട് പറയുന്നുണ്ട്, ഒരു മാൻകുട്ടിയെ പോലെ നമുക്ക് പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകാമെന്ന് അവൻ അവളോട് പറയുന്നതായി കാണാൻ കഴിയും. The book of Song of Songs ends there, but we have read the rest of the scriptures. Let's go to up the mountain, and there we will set up a family which honors Yahweh and proclaim Yahweh in that faraway land. I think that's what they would have decided together.
അതെ, അവിടെ തിരുവഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അവൾ പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ കുന്നുകളിലേക്ക് നമുക്ക് ഓടിപ്പോകാം, അവിടെ ദൈവത്തിന് മഹത്വം വരുമാറ് ഒരു കുടുംബ ജീവിതം നമുക്ക് ആരംഭിക്കാം എന്നായിരിക്കണം അവൾ പറഞ്ഞിട്ടുണ്ടാവുക. That was their plan. അത് അവരുടെ പദ്ധതിയായിരുന്നു എന്ന് കാണാൻ കഴിയും. To set up a Yahweh reflecting family on a needy place far away. ദൂരെ ഉയരമുള്ള ആ കുന്നിന്റെ മുകളിൽ ദൈവത്തിന് മഹത്വം വരുമാറ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം സുസ്ഥാപിതമാക്കുവാനുള്ള ഒരു വലിയ ആഗ്രഹമാണ് വാക്കുകളിൽ നിഴലിക്കുന്നത്. And they were ready to run for that. അവൾ അതിനുവേണ്ടി ഓടുവാൻ വളരെ താല്പര്യമുള്ളവളായിരുന്നു. God has got a plan for you. ഇന്ന് പകലിൽ ഓർക്കുക പ്രിയരെ, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവിയെ കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട്. He has a plan for you, young man, young പ്രിയ lady. ചെറുപ്പക്കാരത്തി, നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. That you will be a light unto the Gentiles. അത് ജാതികൾക്ക് നിന്നെ പ്രകാശമാക്കി വെക്കുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. That you will run after the lost people of this nation. ഈ രാജ്യത്തിലെ നഷ്ടപ്പെട്ട ജനതയുടെ അടുക്കലേക്ക് യേശു ക്രിസ്തുവിന് വേണ്ടി ഓടുവാൻ ഒരു ആത്മനിയോഗം നിന്റെ മേലുണ്ട്. World Cup football final now. It is the 81st minute, the same match. World Cup football final 2022, the 81st minute. വേൾഡ് കപ്പ് ഫൈനലിന്റെ ആ കളിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടി ഞാൻ കൊണ്ടുപോവുകയാണ്. അതിന്റെ 82ാമത്തെ മിനിറ്റിൽ 81ാമത്തെ മിനിറ്റിൽ 80th minute, Kylian Mbappe scored a penalty. Now the score is 2-1. അവിടെ നമ്മൾ കാണുന്നത് വേൾഡ് കപ്പ് ഫൈനലിൽ കിലിയൻ എംബപ്പെ എന്ന ഫ്രാൻസ് പ്ലെയർ അദ്ദേഹം തിരിച്ച് ഒരു ഗോൾ അർജന്റീനയെ കടിക്കുന്നു, ലീഡ് ഉയർത്തുകയാണ്. And then the ball comes to him again in the next minute. അടുത്ത ഒരു മിനിറ്റിൽ വീണ്ടും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ബോൾ പാസ് വരികയാണ്. He doesn't want the ball to bounce on the ground. അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് പാഞ്ഞു വരുന്ന ആ ബോൾ നിലത്ത് സ്പർശിക്കുവാൻ അയാൾ അനുവാദം കൊടുക്കുന്നില്ല. Because time will be wasted if the ball bounces. ആ ബോൾ നിലത്ത് കുത്തിയാൽ വീണ്ടും ഗോൾ അടിക്കുവാനുള്ള സമയം ദീർഘമാകുമെന്ന് അയാൾ ചിന്തിക്കുക. So he took it, as they say in football, as a volley. അദ്ദേഹം ആ ബോൾ നിലത്ത് പതിക്കുന്നതിന് മുമ്പ് ഉയരത്തിൽ വെച്ച് തന്നെ കാലുകൊണ്ട് തൊഴിക്കുകയാണ്. To save that extra 0.5 seconds, he took it as a volley and he scored a goal. ആ കിലിയൻ എംബപ്പെ എന്ന ആ വലിയ കളിക്കാരൻ ആ ബോൾ നിലത്ത് സ്പർശിക്കാൻ സമയം കൊടുക്കാതെ തന്റെ കാലുകളിൽ അത് സ്വീകരിച്ച് മനോഹരമായി അത് ഗോളാക്കുന്നത് കാണുവാൻ കഴിയും. And the score became 2-2. അവിടെ ആ സ്കോർ ബോർഡിൽ 2-2 എന്ന് സ്കോർ തെളിയുവാനിടയായി. I was in Delhi airport when I watched this on my phone, having preached in a church in Gurugram on that day. I was in Delhi airport when Mbappe made it 2-2. Forgive me, people of Kerala, I'm France fan. I hit the airport ground like this and said yes. അന്ന് അവിടെ ആ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മറ്റൊരിടത്ത് ശുശ്രൂഷയ്ക്ക് പോയതായിരുന്നു. പക്ഷേ ആ ഗോൾ കിലിയൻ എംബപ്പെ അടിച്ചപ്പോൾ ഇവിടെയുള്ള കേരളത്തിലെ അർജന്റീന ഫാൻസുകാർ ദയവായി ക്ഷമിക്കുക, ഞാനൊരു ഫ്രാൻസ് ഫാനാണ്, ഞാൻ നിലത്ത് കൈയടിച്ച് അതിൽ സന്തോഷിക്കുവാനിടയായി. Forget about that match, but I appreciate Mbappe's desire to save that 0.5 seconds so that his team can come back into the match. Today the question is, God has got a plan for you so that you will run after the perishing, go after the lost. Will you give of your youth now for the work of the gospel? ഇന്ന് പകൽക്കാലം അതിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു സെക്കൻഡിന്റെ പാതി പോലും നഷ്ടപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു അന്ത്യകാലത്തിലേക്ക് ചെറുപ്പക്കാരെ നാം എത്തി നിൽക്കുമ്പോൾ എത്ര പേർ തീരുമാനമെടുക്കും ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ എന്റെ യേശുവിന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓടുവാൻ തയ്യാറാകും? Would you be like the gazelle? Would you be like the deer carrying the gospel of Jesus up the mountain in the difficult areas among people who are stubborn? Will you choose to give your life for that now? ഇപ്പോൾ ചെറുപ്പക്കാരെ ഞാൻ ചോദിക്കുന്നു, ആ കലമാൻപേയുടെ കാലുകൾക്ക് തുല്യമായ കാലുകളോടെ അതികഠിനമായ സുവിശേഷത്തിന്റെ വലിയ പ്രദേശത്ത് യേശുവിന് വേണ്ടി ഓടുവാൻ എത്ര പേർ താല്പര്യത്തോടെ കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കും? അവരെ ദൈവം ഇന്ന് നോക്കുകയാണ്. All eyes closed, all heads bowed, everybody. എല്ലാ കണ്ണുകളും അടയ്ക്കാം, എല്ലാ തലകളും വണക്കാം. He was a perfume. അവൻ സുഗന്ധ തൈലം പോലെ ശ്രേഷ്ഠനായവൻ. She persevered. അവൾ അത് തിരിച്ചറിയുകയുണ്ടായി. They both planned അവൾ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവർ ഒരുമിച്ച് ഒരു പദ്ധതി to run away, run far away and set up a Yahweh honoring
house. ആ വലിയ കുന്നിലേക്ക് ഓടിപ്പോയി യഹോവയുടെ മഹത്വത്തിനായി ഒരു കൂടാരം നിർമ്മിക്കുവാനുള്ള തീരുമാനം. Only one life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? It will be soon past. It will be soon past. That life will be over. വളരെ വേഗത്തിൽ നമ്മുടെ ജീവിതം കടന്നു പോകാൻ പോകുന്നു. You know, I read about this Miss Kerala, Ansi Kabir and Anjana Shajan, two Miss Kerala winners of some sort, 24 years of age, 25 years of age. They died in an accident in Vaitala Palarivottam bypass in Kochi the other day. It was a tragic accident. These two young girls at the prime of the youth, prime of their beauty, Ansi Kabir, Anjana Shajan, models, Miss Kerala, former Miss Kerala, they lost their lives. അൻസി കബീർ എന്ന് പേരുള്ള രണ്ട് സഹോദരിമാർ മിസ് കേരള പട്ടം നേടിയവർ. 24-25 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരത്തികൾ പാലാരിവട്ടത്തടുത്ത് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കപ്പെടുവാനിടയായി. വലിയ വേദനാജനകമായ വാർത്തയായിരുന്നു. You know your life is not in your hands. പ്രിയമുള്ളവരെ ഓർക്കുക, നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിൽ അല്ല അതിന്റെ സുരക്ഷിതത്വമുള്ളത്. But when we have it, എന്നാൽ അത് നമുക്കിപ്പോൾ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന സമയത്ത് I'm going to live for Jesus. യേശുവിന് വേണ്ടി എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കും എന്ന് എത്ര പേർ തീരുമാനമെടുക്കും? I will be a person of character. ഞാൻ എന്റെ സ്വഭാവ വിശുദ്ധി സൂക്ഷിക്കുന്ന വ്യക്തിയായി മാറും. Empowered by the Holy Spirit, I will live a holy life. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏറ്റെടുത്ത് ഒരു വിശുദ്ധ ജീവിതത്തിന് ഞാൻ എന്നെ സമർപ്പിക്കും. Not only that, അത് മാത്രമല്ല, I will run behind the lost. യേശു ക്രിസ്തുവിന് വേണ്ടി നഷ്ടപ്പെട്ട ആത്മാക്കളുടെ അടുക്കലേക്ക് ഞാൻ ഓടുവാൻ തീരുമാനമെടുക്കുന്നു. I will climb the mountains of Wayanad. അതെ, വയനാടിന്റെ കുന്നുകളിലേക്ക് സുവിശേഷവുമായി ഓടുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. I will go to the tribals of Wayanad. വയനാട് ജില്ലയിലെ ഗോത്ര വിഭാഗങ്ങളിലേക്ക് ഞാൻ യേശുവിന്റെ സുവിശേഷവുമായി പോകും. Not just Wayanad, anywhere. വയനാട് മാത്രമല്ല, ലോകത്തിന്റെ എവിടെയായിരുന്നാലും. Anywhere you want me to go, Jesus. കർത്താവായ യേശുവേ, ഞാൻ എവിടെ ഇരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അവിടേക്ക് ഞാൻ ഓടും. Send me, I will go. കർത്താവേ, എന്നെ അയക്കണമേ, ഞാൻ പോകാൻ തയ്യാറാണ്. If not me, who will go? കർത്താവേ, ഞാൻ പോയില്ലെങ്കിൽ ആരെനിക്ക് പകരം പോകും? If I don't commit my life now, who will commit their life? ഇന്ന് എന്റെ ജീവിതം ഞാൻ യേശുവിന് വേണ്ടി കൊടുക്കുന്നില്ലെങ്കിൽ മറ്റാര് അത് ചെയ്യുവാനാണ്? So I'm ready, Lord. കർത്താവേ, ഞാൻ തയ്യാറാണപ്പാ. You say that, I want to raise your hands. അവൻ അങ്ങനെ തീരുമാനമെടുത്തവർ കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്താം. Raise your hands, raise your hands. കരങ്ങളെ ഉയർത്താം, എല്ലാ കരങ്ങളും ആ തീരുമാനമെടുത്തവർ ഉയർത്തിയാട്ടെ. Raise your hands. ഹല്ലേലൂയ. Get up. Those of you raise your hands, get up. കരങ്ങൾ ഉയർത്തിയവർ ദയവായി വേഗത്തിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Not everybody. എല്ലാവരും എഴുന്നേൽക്കണമെന്നില്ല. You are, by raising up, you're saying, I will be a person of character. സ്വഭാവ വിശുദ്ധി ഞാൻ സൂക്ഷിക്കുമെന്ന് ഉള്ളത്തിൽ തീരുമാനമെടുത്ത ദൈവമക്കൾ. I will exhibit sexual purity in my life. എന്റെ ജീവിതത്തിൽ ലൈംഗിക വിശുദ്ധി ഞാൻ സൂക്ഷിക്കും എന്ന് തീരുമാനമെടുത്ത യൗവനക്കാർ. Not with my own strength, but with the strength of the Holy Spirit. എന്റെ സ്വന്തം ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ബലം കൊണ്ട് ഞാൻ അതിനുവേണ്ടി തീരുമാനമെടുക്കുന്നു എന്ന് പറയുന്നവർ. And not just that. അത് മാത്രമല്ല, I will ready to work for the Lord through the local church under the leadership of these wonderful pastors, so that people who don't know Jesus will be reached. അതെ, എന്റെ പ്രാദേശിക സഭയിൽ കർത്തൃദാസന്മാരോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി ഞാൻ ആ വിധം വേലയിൽ പങ്കാളിയാകുമെന്ന് തീരുമാനമെടുക്കുന്നവർ. I want you to do the next thing now. I want you to walk forward. Those of you standing, walk forward. അടുത്ത ഒരു ചുവട് കൂടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ദയവായി കരങ്ങൾ ഉയർത്തിയവർ, എഴുന്നേറ്റ് നിൽക്കുന്നവർ ദയവായി വേഗത്തിൽ മുന്നോട്ട് കടന്നു വന്നാലും. Walk forward to the front. ഈ മുൻഭാഗത്തേക്ക് ദയവായി വേഗത്തിൽ കടന്നു വരാം. You raise that hand, walk forward. കരങ്ങളെ ഉയർത്തിയവർ ദയവായി വേഗത്തിൽ മുന്നോട്ട് വന്നാട്ടെ. I will be holy. അവൻ ഞാൻ വിശുദ്ധനായി ദൈവത്തിന് വേണ്ടി ജീവിക്കും. I will be a man of character. ഞാൻ സ്വഭാവ വിശുദ്ധി സൂക്ഷിക്കും. Hallelujah. I will run for my Lord. എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ഓടുവാൻ തയ്യാറാകുന്നു. I will be like a deer for the Lord. ഞാൻ എന്റെ കർത്താവിന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറാകുന്നു. The opportunity is there. Now you can come now. നിങ്ങൾക്ക് വേഗത്തിൽ മുന്നോട്ട് കടന്നു വരാം. സാഹചര്യവും സമയവും നമുക്ക് അനുകൂലമാണ്. This is your moment. ഇത് നിങ്ങളുടെ നിമിഷമാണ്. This is your moment. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സമയമാണ്. Now. ഇപ്പോൾ
ഈ സമയത്ത്, not in the next session. അടുത്ത സെഷനിലേക്ക് വേണ്ടി ആരും കാത്തിരിക്കേണ്ട. Now, ഇപ്പോൾ the Holy Spirit is speaking. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. You say, Lord, കർത്താവിനോട് പറയാം, കർത്താവേ, I'm available. ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. I want to be a deer for you. അങ്ങയ്ക്ക് വേണ്ടി ഒരു കലമാൻ പേട പോലെ എന്റെ കാലുകളെ സമർപ്പിക്കുന്നു. I want to run up the mountains. കർത്താവേ, മലകളിലേക്കും കുന്നുകളിലേക്കും അങ്ങയ്ക്ക് വേണ്ടി ഓടുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. I will go to that person without Jesus. കർത്താവിനെ അറിയാത്ത ആളുകളുടെ അടുക്കലേക്ക് ഞാൻ പോകുവാൻ തയ്യാറാണ് കർത്താവേ. That village. ആമേൻ. That village. ആ ഗ്രാമത്തിലേക്ക്, That town. ആ പട്ടണത്തിലേക്ക്, That city. ആ നഗരത്തിലേക്ക്, That people. ആ ജനതയുടെ അടുക്കലേക്ക് And be a witness for Jesus. കർത്താവേ, അങ്ങയുടെ നാമത്തിന് വേണ്ടി ഞാൻ തയ്യാറാണ്. I'm committing my life. എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. Use me. എന്നെ ഉപയോഗിക്കണമേ I'm കർത്താവേ. available. ഞാൻ അങ്ങയുടെ നാമത്തിന് വേണ്ടി ഓടുവാൻ I'm തയ്യാറാണ്. available, Lord. ഞാൻ എന്നെ തന്നെ അനുവദിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. I'm not done yet. Okay. Okay. Now, among this group, ഇവിടെ നിൽക്കുന്ന ഈ കൂട്ടത്തിന്റെ നടുവിൽ, as you witness for Jesus, യേശുവിന് വേണ്ടി നിങ്ങൾ സാക്ഷികളാകുവാൻ തയ്യാറാകുമ്പോൾ, as you get busy doing that, നിങ്ങൾ അതിൽ കർത്താവിന്റെ വേളയിൽ വ്യാപൃതരാകുമ്പോൾ, തിരക്കുള്ളവരാകുമ്പോൾ, a time might come ഒരു സമയം വരും when you may have to resign your job ഒരുപക്ഷെ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ഒഴിവാക്കണമെന്ന് തോന്നും. and become full time for Jesus. പൂർണ്ണ സമയം കർത്താവിന്റെ വേല ചെയ്യുവാൻ ഒരു തീരുമാനമെടുക്കുവാൻ ദൈവാത്മാവ് ചിലപ്പോൾ നിർബന്ധിക്കാം. Not now. ഇപ്പോഴല്ല, Can be now, but not now necessarily. ഇപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആകാം, പക്ഷെ ഇപ്പോഴല്ല അതിന് അത്യാവശ്യം. You do what you're doing, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി അത് തുടരുക. but you're a deer-like, passionate witness for Jesus. എന്നാൽ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു മാനിനെ പോലെ ഓടുവാനുള്ള നിയോഗം വെളിപ്പെടുമ്പോൾ, But then you have to resign your job so that you can do it more effectively. നിങ്ങളുടെ ജോലി ഒഴിവാക്കിയാൽ കൂടുതൽ ദൈവവേലയ്ക്ക് പ്രയോജനമായി തീരും എന്നുള്ള ഒരു നില വരുമ്പോൾ, If you're like that, raise your hand. അങ്ങനെ ഒരു സമയം വന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമെന്ന് തീരുമാനിക്കുന്നവർ കരങ്ങൾ ഉയർത്താം. Yes, I see that young man. I see that young lady. Raise your hand. ഇവിടെ ചില ചെറുപ്പക്കാരുകളെ ആവിധം കാണുന്നു, ചെറുപ്പക്കാരെ ആവിധം കാണുന്നു. I'm ready to resign my job if necessary. ദൈവം എന്നെ കൽപ്പിക്കുന്നെങ്കിൽ ഞാൻ എന്റെ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് പറയുന്നവർ, And receive counsel from pastors and get into Bible college training or short-term ministry training so that I will continue to be a deer for the Lord. കർത്താവിന്റെ ദാസന്മാരുടെ നിർദ്ദേശപ്രകാരം അവരുടെ ആലോചന കേട്ടുകൊണ്ട് ദൈവത്തിന് വേണ്ടി ആവിധം ജോലി മാറ്റിവെച്ച് വേല ചെയ്യുവാൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നവർ. Okay, several hands have gone up. Can I ask you to do something with the permission of our dear pastors there? With the permission of dear pastors. Those of you who raised your hand for full-time ministry, can you come to the stage? നിങ്ങൾ പൂർണ്ണ സമയം ആവിധം സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചവർ, ഇപ്പോൾ കരങ്ങളെ ഉയർത്തിയവർ, കർത്തൃദാസന്മാരുടെ അനുവാദത്തോടെ ഞാൻ നിങ്ങളെ ദയവായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ആവിധം കരങ്ങളെ ഉയർത്തി ചെറുപ്പക്കാർക്ക് മുന്നോട്ട് കടന്നു വരാം. Yes, thank you, Pastor. Those of you who raised your hand for full-time ministry commitment alone, come to the stage. പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇപ്പോൾ കരങ്ങൾ ഉയർത്തി തീരുമാനമെടുത്ത ദയവായി ചെറുപ്പക്കാർ, അങ്ങനെയുള്ള ചെറുപ്പക്കാർ ദയവായി സ്റ്റേജിലേക്ക് കടന്നു വന്നാൽ ധൈര്യത്തോടെ. Not everybody. എല്ലാവരും വരണമെന്നില്ല. Who feel that God has spoken to you in this message, that you're ready to commit your life for full-time ministry. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള പൂർണ്ണ സമയ സമർപ്പണത്തിന് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് ഇന്നത്തെ സന്ദേശത്തിൽ തീരുമാനമെടുത്തവർ ദയവായി വേഗത്തിൽ മുന്നോട്ട് വരാം. Yes, come forward. വേഗത്തിൽ മുന്നോട്ട് വന്നാട്ടെ. Everybody continue to be in the attitude of prayer. അവരെല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. You say, Lord, കർത്താവിനോട് പറയാം, കർത്താവേ, I'm available. ഞാൻ എന്നെ തന്നെ നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. I'm available, Lord, to serve you. കർത്താവേ, അങ്ങയെ സേവിക്കുവാൻ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും അങ്ങയ്ക്ക് ലഭ്യമാക്കുന്നു. I commit my life for a life of character. കർത്താവേ, ഒരു സ്വഭാവ വിശുദ്ധിക്കായി എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. I'll be a person of witness. കർത്താവേ, അങ്ങയുടെ സാക്ഷിയായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. Wherever I go, I will be a witness for you. കർത്താവേ, ഞാൻ എവിടെ യാത്ര ചെയ്താലും ഞാൻ അങ്ങയുടെ സാക്ഷിയായി നിലകൊള്ളും. You know, these people are not more spiritual than you. നിങ്ങളെക്കാളും കൂടുതൽ ആത്മീയത ഉള്ളവരായതുകൊണ്ടല്ല അവരിവിടെ സ്റ്റേജിൽ വന്നത്. We need people to work and do the ministry as well. കർത്താവിന്റെ വേല ജോലിയോടുകൂടെ ചെയ്യുന്ന ആളുകൾ നമുക്ക് വേണം. അവരും ശ്രേഷ്ഠരാണ്.
they attend making missionaries. അവരും ദൈവത്തിന്റെ വേല ചെയ്യുന്നവരാണ് അവർ. Yes, but we also need people like this. എന്നാൽ ഇങ്ങനെ പൂർണ്ണ സമയവും ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ദൈവം നിയോഗം കൊടുക്കുമ്പോൾ തീരുമാനിക്കുന്നവരെ നമുക്ക് ആവശ്യമാണ്. And I'm going to ask Pastor V.T. Abraham to come and pray for them, but I want to just give these people one counsel before I sit down. അവർ ഇരിക്കുന്നതിന് മുമ്പ്, കർത്തൃദാസനെ ക്ഷണിക്കുന്നതിന് മുമ്പ് അവരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ എനിക്ക് നിയോഗമുണ്ട്. ഒരു കാര്യം, when it comes to your life partner choice, if you're single, നിങ്ങൾ അവിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പങ്കാളികളെ കണ്ടെത്തുന്നതിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നു. You should marry someone who is as feverish as you are. നിങ്ങളെ പോലെയുള്ള ദൈവവേലയ്ക്കുള്ള താല്പര്യമുള്ളവരെ വേണം നിങ്ങൾ ജീവിത പങ്കാളികളായി കണ്ടെത്തുവാൻ. Not only a believer, ഒരു വിശ്വാസിയായിരിക്കുക എന്നത് മാത്രമല്ല, but a believer on fire for God like you are on fire for God. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടിയുള്ള എരിവുള്ളതുപോലെ അതേ നിലയുള്ളവരെ, അതേ മാനസിക നിലയുള്ളവരെ കർത്താവിന് വേണ്ടി കുടുംബ പങ്കാളിയായി തിരഞ്ഞെടുക്കുക. Make a commitment for that. ഇന്ന് പകലിൽ അതിനു വേണ്ടിയും ഒരു തീരുമാനമെടുക്കുക. God will help you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. Now over to Pastor V.T. Abraham. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാൻ നമ്മുടെ രണ്ട് കരങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കും. ഓഡിറ്റോറിയത്തിലുള്ള എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് പകൽക്കാലം വളരെ വ്യത്യസ്തമായ നിലയിൽ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുകയായി. നമ്മൾ സാധാരണ കേൾക്കുന്ന ട്രഡീഷണലായ രീതിയിലുള്ള ഒരു സന്ദേശമായിരുന്നില്ല. ഇവിടെ വന്ന യുവതി യുവാക്കൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഗൗരവമായി നാം കാണേണ്ടത്, നാം ജീവിതത്തിൽ തീവ്രമായ തീരുമാനമെടുത്ത കർത്താവിന്റെ നാമത്തിനു വേണ്ടി സ്വഭാവ വിശേഷതയുള്ളവരായി പകർന്ന തൈലം പോലെ, കർത്താവിന്റെ നാമം പകർന്ന തൈലം പോലെ, അവന്റെ സ്വഭാവ വിശേഷത പോലെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി നാം ജീവിക്കേണ്ട ദൈവിക ആലോചനയാണ് ഇന്ന് പകൽ നാം കേട്ടത്. യുവജന നിമിത്തം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ജോലിയോടുള്ള ബന്ധത്തിൽ സമർപ്പിച്ചിരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യാം. സ്വഭാവ വിശുദ്ധിക്ക് വേണ്ടി ഇന്ന് പകൽ സമർപ്പിച്ചവർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പൂർണ്ണ സമയ വേലക്കാരായി തീരുവാൻ സമർപ്പിതരായി ഈ സ്റ്റേജിലേക്ക് വന്നവർക്കായി നമ്മുടെ രണ്ട് കരങ്ങളും ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വായി തുറന്ന് ദൈവത്തെ സ്തുതിക്കാം, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാം. ആരും മൗനമായിരിക്കരുത്. നമ്മുടെ ഈ സമ്മേളനത്തിന്റെ പ്രഥമ സെഷനിൽ തന്നെ ദൈവാത്മാവ് നമ്മുടെ മധ്യേ വ്യാപരിക്കുകയാൽ, കർത്താവ് നമ്മോട് സംസാരിച്ചിരിക്കുകയാൽ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. എല്ലാവരും അന്യ ആത്മാവിൽ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാം. അന്യഭാഷകളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം വായി തുറന്ന് ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. സർവശക്തന് അർഹിക്കുന്ന പുകഴ്ച നമുക്ക് കൊടുക്കാം. Hallelujah, 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 hallelujah. അടുത്ത 3-4 മിനിറ്റ് നാം ആരാധനയ്ക്കായി സമയം വേർതിരിക്കുകയാണ്. എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. എന്നശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന
രക്ഷക പ്രിയനേ യേശുവേ രക്ഷക സമർപ്പണത്തോടെ കരങ്ങൾ ഉയരട്ടെ. എല്ലാവരും ദൈവത്തിന് മഹത്വം ശക്തിയോടെ
പിതാവേ, ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ ആലോചനകളുടെ മുൻപിൽ ഞങ്ങളെ താഴ്മയോടെ ദൈവകരങ്ങൾ തരുന്നു. സ്വഭാവ വിശുദ്ധിയോടെ രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും ഇടയിൽ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ജീവിപ്പാൻ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. കർത്താവേ, സമയം ഒട്ടും പാഴാക്കാതെ സമയം തക്കത്തിൽ വിനിയോഗിപ്പാൻ, കർത്താവിന്റെ സ്നേഹവുമായി നഷ്ടപ്പെട്ടവരുടെ അടുക്കലേക്ക് എത്തുവാൻ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, ദൈവത്തിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ എന്ന് പകൽ അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളങ്ങളെ ഉണർത്തിയതിനായി സ്തോത്രം. ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവെ, പ്രവർത്തന മേഖലകളിൽ കർത്താവിന്റെ നാമത്തിന് സാക്ഷ്യം വഹിപ്പാൻ, പൂർണ്ണ സമയ ശുശ്രൂഷകയ്ക്കായി കർത്താവെ വേർതിരിക്കപ്പെട്ടവർ തീരുമാനമെടുത്ത ദൈവമക്കളെ എന്ന് പകലങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണം. ശുശ്രൂഷിപ്പാൻ അവിടുത്തെ അഭിഷക്തന്മാരുടെ മേൽ പകർന്ന കൃപകൾക്ക് നന്ദി. ഞങ്ങളുടെ ഈ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ ദൈവാത്മാവ് ഞങ്ങളുടെ മധ്യേ ശക്തിയോടെ വ്യാപരിക്കുകയാൽ ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ആത്മ പകർച്ചയുടെ ദിനങ്ങളാക്കി ഈ ദിനങ്ങളെ അവിടുന്ന് നൽകുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും അതാതിടങ്ങളിൽ ഇരിക്കാം. നിങ്ങൾക്ക്